മോഡേൺ റെവല്യൂഷനിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ട് റെവല്യൂഷനാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മധ്യവർഗത്തിൻ്റെ ഉയർച്ചയായിരുന്നു വിപ്ലവങ്ങളുടെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ വിപ്ലവങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്നാണ് പറയുന്നത്? അവകാശങ്ങളും അവസരങ്ങളും ഒക്കെ നിഷേധിക്കപ്പെട്ട ആരുടെ ഉയർച്ചയായിരുന്നു? മധ്യവർഗത്തിൻ്റെ ഉയർച്ച. ദെൻ മധ്യവർഗം രാജാധിപത്യത്തിനെതിരായി ആദ്യം സമരം ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ഈ മധ്യവർഗം എന്തിനെതിരായി? രാജാധിപത്യത്തിനെതിരായി ആദ്യം സമരം ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മാഗ്ന കാർട്ടയെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ ആദ്യ അവകാശപത്രം ജോൺ രാജാവ് 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ച് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചു. ഒപ്പുവെക്കുമ്പോൾ പോപ്പായിരുന്നത് ഇന്നസെൻ്റ് മൂന്നാമൻ. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ലാറ്റിൻ പദമായ മാഗ്ന കാർട്ടയുടെ അർത്ഥം മഹത്തായ ഉടമ്പടി എന്നാണ്. മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത്. ധനകാര്യ നിയന്ത്രണം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാക്കണമെന്ന് ആദ്യമായി പരാമർശിച്ചതും മാഗ്ന കാർട്ടയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ലോകത്തിലെ ആദ്യ അവകാശപത്രം ഏതാണ്? മാഗ്ന കാർട്ടയാണ്. അതേപോലെ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചതാരാണ്? ജോൺ രാജാവാണ്. ഏത് വർഷം? 1215 ജൂൺ 15 എവിടെ വെച്ചിട്ടാണ്? ഇംഗ്ലണ്ടിലെ റണ്ണിമീഡ് മൈതാനത്തിൽ വെച്ച് ഒപ്പുവെച്ചു. ഈ മാഗ്ന കാർട്ട ഒപ്പുവെക്കുമ്പോൾ പോപ്പായിരുന്നത് ആരാണ്? ഇന്നസെൻ്റ് മൂന്നാമനാണ്. മാഗ്ന കാർട്ട അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നാണ്. മാഗ്ന കാർട്ട ഏത് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ലാറ്റിൻ പദത്തിൽ നിന്ന്. അപ്പം ലാറ്റിൻ പദമായ മാഗ്ന കാർട്ടയുടെ അർത്ഥം മഹത്തായ ഉടമ്പടി എന്നാണ്. മാഗ്ന കാർട്ടയിൽ ആദ്യമായി ഉപയോഗിച്ച നിയമമാണ് ഹേബിയസ് കോർപ്പസ്. അതുപോലെ തന്നെ ധനകാര്യ നിയന്ത്രണം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാക്കണമെന്ന് ആദ്യമായി പരാമർശിച്ചതും എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. ശതവത്സര യുദ്ധം, 100 Years War. 1337 1453 വരെ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം. ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലൈൻസ് നഗരത്തെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വന്ന ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. മെയ്ഡ് ഓഫ് ഓർലൈൻസ് എന്നറിയപ്പെടുന്നത് ജോവാൻ ഓഫ് ആർക്ക്. 1431 ജോവാൻ ഓഫ് ആർക്ക് ജീവനോടെ അഗ്നിക്കിരയാക്കപ്പെട്ടു. 1920 മെയ് 16 ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ശതവത്സര യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഇംഗ്ലണ്ട് രാജാവ് എഡ്വേർഡ് മൂന്നാമനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുത്രനായ എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്കിനെയാണ് കറുത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ശതവത്സര യുദ്ധം ആരംഭിച്ചത് എന്നാണ്? 1337 മുതൽ 1453 വരെ. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? ശതവത്സര യുദ്ധം. അതുപോലെ ഈ ഫ്രാൻസിലെ ഓർലൈൻസ് നഗരത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന ബാലികയാണ് ആര്? ജോവാൻ ഓഫ് ആർക്ക്. ഈ ജോവാൻ ഓഫ് ആർക്ക് അറിയപ്പെടുന്നത് മെയ്ഡ് ഓഫ് ഓർലൈൻസ് എന്നാണ്. 1431 ജോവാൻ ഓഫ് ആർക്ക് ജീവനോടെ അഗ്നിക്കിരയാക്കപ്പെട്ടു. ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1920 മെയ് 16. അതേപോലെ ശതവത്സര യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഇംഗ്ലണ്ട് രാജാവ് ആരായിരുന്നു? എഡ്വേർഡ് മൂന്നാമനായിരുന്നു. അപ്പം ശതവത്സര യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഇംഗ്ലണ്ട് രാജാവ് ആരായിരുന്നു? എഡ്വേർഡ് മൂന്നാമൻ. ഇദ്ദേഹത്തിൻ്റെ പുത്രനായ എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്കിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കറുത്ത രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമനാണ്. ട്യൂഡർ രാജവംശത്തിൻ്റെ കാലഘട്ടം 1485 മുതൽ 1603 വരെ. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ചിരുന്ന ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. നവോത്ഥാനത്തിനും മതനവീകരണ പ്രസ്ഥാനത്തിനും സാക്ഷ്യം വഹിച്ച ഈ കാലഘട്ടമാണ് ഇംഗ്ലണ്ടിനെ ആധുനിക യുഗത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ച ആരാണ്? ഹെൻറി ഏഴാമൻ. ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ച ആരാ? ഹെൻറി ഏഴാമൻ. ട്യൂഡർ ഭരണത്തിൻ്റെ കാലഘട്ടമാണ് 1485 മുതൽ 1603 വരെ. ഏതാണ് കാലഘട്ടം? 1485 മുതൽ 1603 വരെ. അതുപോലെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ചിരുന്ന ആരാണ്? ഈ ട്യൂഡർ രാജാക്കന്മാരാണ്. ഈ ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്.
അതേപോലെ നവോത്ഥാനത്തിനും മതനവീകരണ പ്രസ്ഥാനത്തിനും സാക്ഷ്യം വഹിച്ച ഈ കാലഘട്ടമാണ് ഇംഗ്ലണ്ടിനെ ഏത് യുഗത്തിലേക്ക് നയിച്ചത്? ആധുനിക യുഗത്തിലേക്ക് നയിച്ചത്. സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടം 1603 മുതൽ 1714 വരെ. ട്യൂഡർ രാജാക്കന്മാരുടെയും പിന്നീട് ഉയർന്നു വന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടിത്തറ പുതുതായി ഉയർന്നു വന്ന വ്യാപാരികളായിരുന്നു. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വാക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അക്കാലത്ത് സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളായ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് പറഞ്ഞു. കൂടാതെ അവർ ഇംഗ്ലീഷ് പാർലമെൻറ്റിനെ വകവയ്ക്കാതെ പാർലമെൻറ്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പം സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടം എത്രയാണെന്നാണ് പറയുന്നത്? 1603 മുതൽ 1714 വരെ. അതുപോലെ ഈ ട്യൂഡർ രാജാക്കന്മാരുടെയും സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും അടിത്തറ എന്താണെന്നാണ് പറയുന്നത്? പുതുതായി ഉയർന്നു വന്ന വ്യാപാരികളാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെയും വാക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അതേപോലെ രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് പറഞ്ഞ സ്റ്റുവർട്ട് രാജാക്കന്മാരാണ് ആരൊക്കെ? ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. അപ്പം രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് പറഞ്ഞ സ്റ്റുവർട്ട് രാജാക്കന്മാരാണ് ആരൊക്കെ? ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. കൂടാതെ അവർ ഇംഗ്ലീഷ് പാർലമെൻറ്റിനെ വകവയ്ക്കാതെ എന്തിനുമേൽ ആധിപത്യം സ്ഥാപിച്ചു? പാർലമെൻറ്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ ഇതേ സമയം വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായി അവിടെ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന വ്യാപാര കമ്പനികൾ വിദൂര ദേശങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു. ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിക്കുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായാണ് ഇംഗ്ലീഷ് പാർലമെൻറ്റ് നിയമങ്ങൾ പാസാക്കിയത്. എന്താണ്? വ്യാപാര രംഗത്ത് ഇംഗ്ലണ്ട് കൈവരിച്ച മുന്നേറ്റങ്ങളുടെ ഫലമായിട്ട് അവിടെ എന്തുയർന്നു വന്നു? ഒരു മധ്യവർഗം ഉയർന്നു വരികയും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന വ്യാപാര കമ്പനികൾ വ്യാപാരബന്ധം സ്ഥാപിച്ചിരുന്നത് ഏത് ദേശങ്ങളുമായിട്ടാണ്? വിദൂര ദേശങ്ങളുമായിട്ട് വ്യാപാരബന്ധം സ്ഥാപിക്കുകയും ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും നിയന്ത്രിക്കുന്ന ഈ വ്യാപാരികൾക്ക് അനുകൂലമായി ഇംഗ്ലീഷ് പാർലമെൻറ്റ് നിയമങ്ങൾ പാസാക്കുകയും ചെയ്തു. അതുപോലെ സമ്പന്നരായ ഭൂവുടമകളും വ്യാപാരികളും വിദ്യാസമ്പന്നരായ അഭിഭാഷകരും ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് പാർലമെൻറ്റ് സംരക്ഷിച്ചിരുന്നത്. മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു സമ്പന്നരായ ഭൂവുടമകൾ, വ്യാപാരികൾ, വിദ്യാസമ്പന്നരായ അഭിഭാഷകർ, ഡോക്ടർമാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ. അപ്പം ഇവരുടെയൊക്കെ താൽപ്പര്യങ്ങളാണ് ആര് സംരക്ഷിച്ചിരുന്നത്? പാർലമെൻറ്റ് സംരക്ഷിച്ചിരുന്നത്. പാർലമെൻറ്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ രാജാവും പാർലമെൻറ്റും തമ്മിൽ ദീർഘനാൾ നിലനിന്ന ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഭരണഘടനാപരമായ തർക്കങ്ങൾക്ക് കാരണമായത് എന്താണ്? പാർലമെൻറ്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ. അടുത്തതായി നോക്കുന്നത് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയുമാണ്. ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ എത്തിയ രണ്ട് ക്രിസ്ത്യൻ സഭകളാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും. മതനവീകരണത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ഹെൻറി എട്ടാമൻ. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങൾ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമിൻ്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭ. ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഈ സഭ നിർദ്ദേശിച്ചു. എലിസബത്ത് രാജ്ഞി വാഴ്ചയേറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതമായി. ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുകയില്ല. അപ്പോൾ ഈ ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും എന്തിനു വേണ്ടി രൂപം കൊണ്ടതാണ്? ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനെത്തിയ രണ്ട് ക്രിസ്ത്യൻ സഭകളാണ് ഏതൊക്കെ? ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും. എന്താണ്? ഇംഗ്ലണ്ടിലെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനെത്തിയ രണ്ട് ക്രിസ്ത്യൻ സഭകളാണ് ഏതൊക്കെ? ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും. അതുപോലെ ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായൊരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ചത് ആരാണ്? ഹെൻറി എട്ടാമനാണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? മതനവീകരണത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് എവിടെ സഭ രൂപീകരിച്ചു? ഇംഗ്ലണ്ടിൽ ഒരു സ്വതന്ത്രമായൊരു സഭ രൂപീകരിച്ചു. ആര്? ഹെൻറി എട്ടാമൻ. അതുപോലെ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭ രൂപീകരിച്ച ആരാണ്? എഡ്വേർഡ് ആറാമനാണ്. എന്തിനെ എതിർത്തുകൊണ്ടാണ്? കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമൻ രൂപീകരിച്ച സഭയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭ.
ഈ പ്രൊട്ടസ്റ്റന്റ് സഭ നിർദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളും നിർബന്ധമായി ഉപയോഗിക്കണമെന്നാണ്. അതുപോലെ എലിസബത്ത് രാജ്ഞി വാഴ്ചയേറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ. അതായത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയാണ് ഏത് ആംഗ്ലിക്കൻ സഭ. അതുപോലെ ഈ ആംഗ്ലിക്കൻ സഭയാണ് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായി മാറിയത്. ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ലഭിക്കുമായിരുന്നില്ല. അതേപോലെ പ്രൊട്ടസ്റ്റൻ്റ് പരിഷ്കർത്താവ് ആരാണെന്നാണ് പറയുന്നത്? ജോൺ കാൽവിന്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ടിലെ അനുയായികളാണ് ആര്? പ്യൂരിറ്റന്മാർ. പ്യൂരിറ്റൻ സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് പുരോഹിതന്മാരെയും മതാധ്യക്ഷനെയും വിശ്വാസികൾ തിരഞ്ഞെടുക്കണമെന്നാണ്. അപ്പം പ്യൂരിറ്റൻ സഭ പറയുന്നത് എന്താണ്? പുരോഹിതന്മാരെയും മതാധ്യക്ഷനെയും ആരാണ് തിരഞ്ഞെടുക്കേണ്ടത്? വിശ്വാസികൾ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. അതേപോലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച പ്യൂരിറ്റന്മാർ 1640 1650 ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെന്റിന്മേൽ ശക്തമായ സ്വാധീനം ചെലുത്തി. അപ്പം എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ശക്തിയാർജിച്ച ആരാണ്? പ്യൂരിറ്റന്മാരാണ്. അപ്പം ഏത് കാലത്ത്? 1640 1650 ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെന്റിന് മേൽ ആര് ശക്തമായ സ്വാധീനം ചെലുത്തി? പ്യൂരിറ്റന്മാർ ശക്തമായ സ്വാധീനം ചെലുത്തി. ഏത് കാലഘട്ടത്തിൽ? 1640 1650 ഇടയിലുള്ള കാലഘട്ടത്തിൽ. നെക്സ്റ്റ്, നീണ്ട പാർലമെൻറ്റ്, ലോങ് പാർലമെൻറ്റ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. 1628 ഒപ്പുവെച്ചത്. എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് 11 വർഷം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു. എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധത്തിൽ ചാൾസ് ഒന്നാമന് പണത്തിൻ്റെ ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിനായി അദ്ദേഹം 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെൻറ്റ് 1660 വരെ തുടർന്നു. ഇതറിയപ്പെട്ടത് നീണ്ട പാർലമെൻറ്റ്. ട്രൈനൽ ആക്ട് 1641 ബന്ധപ്പെട്ട പാർലമെൻറ്റാണ് നീണ്ട പാർലമെൻറ്റ്. അപ്പം പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ആരാണ്? ചാൾസ് ഒന്നാമനാണ്. എന്തിനു വേണ്ടി ഒപ്പുവെച്ചതാണ്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട്. ആരാണ് ഒപ്പുവെച്ചത്? ചാൾസ് ഒന്നാമനാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലാണ് ഒപ്പുവെച്ചത്. ഏത് വർഷമാണ്? 1628 ഒപ്പുവെച്ചത്. പക്ഷേ അദ്ദേഹം ഇത് ലംഘിക്കുകയും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് എത്ര വർഷക്കാലം? 11 വർഷം. 1629 മുതൽ 1640 വരെയുള്ള കാലഘട്ടം ഇദ്ദേഹം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു. എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധത്തിൽ ഇദ്ദേഹത്തിന് എന്തിൻ്റെ ആവശ്യം നേരിട്ടു? പണത്തിൻ്റെ ആവശ്യം നേരിടുകയും ഇദ്ദേഹം പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെൻറ്റ് 1660 വരെ തുടരുകയും ഇത് നീണ്ട പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ നീണ്ട പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റാണ് ഏത്? ട്രൈനൽ ആക്ട് 1641. അടുത്തതായിട്ട് റംബ് പാർലമെൻറ്റ് എന്താണെന്ന് നോക്കാം. കാലക്രമത്തിൽ പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമരത്തിൽ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് വിഭാഗം വിജയം നേടി. ഇതേ തുടർന്ന് അധികാരത്തിൽ വന്നത് ഒലിവർ ക്രോംവെല്ലാണ്. തന്നെ എതിർത്ത പാർലമെൻറ്റ് മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഈ പാർലമെൻറ്റ് റംബ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നു. ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് റംബ് പാർലമെൻറ്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഇംഗ്ലണ്ട് രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ട് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? പാർലമെൻറ്റ് വിഭാഗം വിജയം നേടുകയും രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിനുശേഷം അധികാരത്തിൽ വന്നത് ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. അത് ആരാണ് അധികാരത്തിൽ വന്നത്? ഒലിവർ ക്രോംവെൽ. അപ്പം ഈ ഒലിവർ ക്രോംവെൽ തന്നെ എതിർത്ത പാർലമെൻറ്റ് മെമ്പർമാരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. പിന്നീട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ, അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെ അനുയായികൾ മാത്രമായിരുന്നു. ഈ പാർലമെൻറ്റ് എന്താണെന്ന് പറയുന്നു? റംബ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഏത് പാർലമെൻറ്റാണ്? റംബ് പാർലമെൻറ്റാണ്.
അടുത്തതായിട്ട് കോമൺവെൽത്ത് കാലഘട്ടം 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. SCERT ടെക്സ്റ്റിൽ കാലഘട്ടം പറയുന്നത് 1649 1658 ആണ്. ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയായ ഭരണാധികാരിയായിരുന്നു ഒലീവർ ക്രോംവെൽ. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ഒലീവർ ക്രോംവെൽ. ഈ കാലഘട്ടം സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ബ്രിട്ടനിൽ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിലും പാർലമെൻറ്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ക്രോംവെൽ ഭരണം നടത്തിയത്. ശാസ്ത്ര നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രോത്സാഹിക്കപ്പെട്ടു. ആഗോള വ്യാപാരത്തിൽ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് വ്യാപാരികൾ ആയിരുന്നു. എന്നാൽ ഈ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച് രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അത് നിരാകരിച്ചു. ഇപ്പം കോമൺവെൽത്ത് കാലഘട്ടം എന്താണ്? 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം. ഇത് SCERT കാലഘട്ടം പറയുന്നത് 1649 1658 ചാൾസ് ഒന്നാമൻ്റെ മരണത്തെ തുടർന്നാണ് അധികാരത്തിൽ വന്നത്? ജനാധിപത്യവാദിയായ ഭരണാധികാരിയായിരുന്ന ഒലീവർ ക്രോംവെൽ അധികാരത്തിൽ വന്നത്. ഈ ഒലീവർ ക്രോംവെല്ലിനെ അറിയപ്പെട്ടിരുന്നത് ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ്. അപ്പോൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ലോർഡ് പ്രൊട്ടക്ടർ. ഈ കാലഘട്ടം ഏത് ജനാധിപത്യമായിരുന്നു? സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ബ്രിട്ടനിൽ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിലും ആരുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത്? പാർലമെൻറ്റിന് മേൽ. അതേപോലെ തന്നെ ശാസ്ത്ര നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രോത്സാഹിക്കപ്പെട്ടു. അതേപോലെ ആഗോള വ്യാപാരത്തിൽ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് വ്യാപാരികളായിരുന്നു. എന്നാൽ സൈനിക സ്വേച്ഛാധിപത്യം അംഗീകരിക്കാത്ത ജനങ്ങൾ കിരീടം ധരിച്ച് രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ ആരോട് ആവശ്യപ്പെട്ടു? ക്രോംവെല്ലിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല, നിരാകരിക്കുകയായിരുന്നു ചെയ്തത്. ലോങ് പാർലമെൻറ്റിന് ശേഷം 1660 അധികാരമേറ്റ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ചാൾസ് രണ്ടാമൻ. ഒലീവർ ക്രോംവെല്ലിന് ശേഷം അധികാരമേറ്റത് ചാൾസ് രണ്ടാമനാണ്. ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ചാൾസ് രണ്ടാമന് ശേഷം അധികാരത്തിലെത്തിയത് ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാപരമായ നടപടികൾ രാജാവും പാർലമെൻറ്റുമായി വീണ്ടും തർക്കങ്ങൾക്കിടയാക്കി. അപ്പം ലോങ് പാർലമെൻറ്റിന് ശേഷം 1660 അധികാരമേറ്റ ഇംഗ്ലീഷ് ഭരണാധികാരി ആരാണ്? ചാൾസ് രണ്ടാമനാണ്. ആർക്ക് ശേഷമാണ് അധികാരത്തിൽ വന്നത്? ഒലിവർ ക്രോംവെല്ലിന് ശേഷമാണ് അധികാരത്തിൽ വന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടത് ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ്. ഈ ചാൾസ് രണ്ടാമന് ശേഷം അധികാരത്തിലെത്തിയത് ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. ആരാണ്? ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാപരമായ നടപടികൾ രാജാവും പാർലമെൻറ്റും വീണ്ടും എന്തിനിടയാക്കി? തർക്കങ്ങൾ. രക്തരഹിത വിപ്ലവം 1688 1689 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവം മഹത്തായ വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നു. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംബിഡാണ്. മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ജെയിംസ് സെക്കൻഡ്. രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത് മേരി സെക്കൻഡും വില്യം തേർഡുമാണ്. ഇപ്പം എന്താ പറഞ്ഞു തന്നത്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവം ഏതാണ്? രക്തരഹിത വിപ്ലവമാണ്. അത് ഏത് കാലത്താണ്? 1688 1689 കാലഘട്ടത്തിലാണ്. അതുപോലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ആര്? ജെയിംസ് രണ്ടാമൻ. ആരാണ്? ജെയിംസ് രണ്ടാമൻ. അതേപോലെ രക്തരഹിത വിപ്ലവം ഏത് പേരിൽ അറിയപ്പെടുന്നു? മഹത്തായ വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നു. അതേപോലെ ഈ മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംബിഡാണ്. അപ്പം മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഹംബിഡ്. ഈ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് സെക്കൻഡാണ്. രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരൊക്കെയാണ്? മേരി സെക്കൻഡും വില്യം തേർഡുമാണ്. ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യമിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായിട്ട് പാർലമെൻറ്റ് പ്രഖ്യാപിച്ചത് ആരെയൊക്കെയാണ്?
ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയും അവരുടെ ഭർത്താവായ ഓറഞ്ചിലെ വില്യമിനെയും. അതേപോലെ രക്തരഹിത വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജെയിംസ് രണ്ടാമൻ 1688 ഫ്രാൻസിൽ അഭയം തേടി. അപ്പം ജെയിംസ് സെക്കൻഡ് ഫ്രാൻസിൽ അഭയം തേടിയ ഏത് വർഷമാണ്? 1688. അതേപോലെ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. അപ്പം ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളാണ്? വിഗ് ആൻഡ് ടോറി. നെക്സ്റ്റ്, AD 1689 ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് അവകാശ നിയമം പാസ്സാക്കി. അപ്പം ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് അവകാശ നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണ്? AD 1689. ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് വില്യം തേർഡും മേരി സെക്കൻഡുമാണ്. ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത്, അവകാശ നിയമം അല്ലെങ്കിൽ അവകാശ പത്രിക ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? വില്യം തേർഡും മേരി സെക്കൻഡും. തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പം ആർക്കാണ് കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളത്? ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക്. നെക്സ്റ്റ്, ഇംഗ്ലണ്ടിലെ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായില്ലെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെൻറ്റിന് പരമാധികാരവും ലഭിച്ചു. അപ്പം ഇംഗ്ലണ്ടിലെ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായില്ല, പക്ഷേ ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യവും ലഭിച്ചു, പാർലമെൻറ്റിന് പരമാധികാരവും ലഭിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്. 1832 ഇംഗ്ലീഷ് പാർലമെൻറ്റ് പരിഷ്കരണ നിയമപ്രകാരം ഇംഗ്ലണ്ടിലെ മുതലാളിമാർക്ക് വോട്ടവകാശം ലഭിച്ചു. അപ്പം ഇംഗ്ലണ്ടിലെ മുതലാളിമാർക്ക് വോട്ടവകാശം ലഭിച്ചത് 1832 ഇംഗ്ലീഷ് പാർലമെൻറ്റ് പരിഷ്കരണ നിയമപ്രകാരമാണ്. തൽഫലമായി ഇംഗ്ലണ്ടിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന കുടുംബവാഴ്ച അവസാനിച്ചു. ഇംഗ്ലീഷ് പാർലമെൻറ്റിലെ പ്രഭുസഭയ്ക്ക് മേൽ സാധാരണക്കാരുടെ സഭ നേടിയ വിജയം കൂടിയായിരുന്നു ഇത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായും രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കും വേണ്ടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമായിരുന്നു ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അപ്പം ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം എന്തിനു വേണ്ടിയായിരുന്നു? തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്കും വേണ്ടി എവിടെ ഉയർന്നു വന്നത്? ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമായിരുന്നു ഏത്? ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം.